ഗൈസ്, കിച്ചു അതായത് രാഹുൽ ദാസ് കൊല്ലം സുധയുടെ മകൻ, അതാണ് സബ്ജക്റ്റ്. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള ഒരു കാര്യം, ഓൾറെഡി ഒരാള് പുള്ളിയെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ, അതായത് സിനി ഫീൽഡിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ സീരിയൽ ഫീൽഡിൽ നിന്ന് തന്നെ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞത് കണ്ടപ്പോൾ അതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു സംഗതി നമ്മൾ കണ്ടു. നമുക്ക് അതിലേക്കൊന്ന് പോകാം. എന്താണതെന്നല്ലേ? മാഡം പറയുന്ന ഒരു കാര്യമാണ്. മാഡത്തിന് ഇപ്പോഴാണ് ബോധം വന്നത്. അതായത് കിച്ചുവിനെ വളരെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസും ഇന്റർവ്യൂസും ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. വേറെ കോൺട്രവേഴ്സി ഒന്നും വർക്ക് ആവത്തില്ല. അപ്പൊ ഇനിയിപ്പോൾ നേരെ കിച്ചുവിന്റെ വലയിലോട്ട് കയറാന്നുള്ളതാണ്. നമ്മൾ ഈ വീട് വെക്കുന്ന സമയത്ത്, അതായത് ഈ സ്പെസിഫിക് വീട് വെക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ വീട് ഒരിക്കലും കിച്ചുവിന് കിട്ടത്തില്ല, കിച്ചുവിന് അവിടെ ഒരു മുറി പോലും കിട്ടാൻ സാധ്യതയില്ലെന്ന് പലരുടെയും കമന്റ് അന്നേ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഓർത്തു, ഇതെന്താ ഇങ്ങനെ പറയുന്നേ? ആ കുട്ടിയാണെങ്കിൽ നല്ല സ്നേഹത്തിൽ നിൽക്കുവാണല്ലോ, കെട്ടിപ്പിടിക്കണു, അമ്മയാണെന്ന് പറയണു, ഭയങ്കര ഇത്, എല്ലാ ഇന്റർവ്യൂവിലും അവക്കൊപ്പം പോയി കുത്തിയിരുന്ന് കൊടുക്കുന്നു. ഇതായിരുന്നു നക്കാപ്പിച്ച പൈസ കൊടുത്ത് ആ കുട്ടീനെ ചേർത്ത് പിടിച്ചു. മനസ്സിലായോ? ഈ നക്കാപ്പിച്ച പൈസ എന്ന് പറഞ്ഞാൽ ഒരു പൈസ ഇല്ലാതെ കയ്യിൽ അത്യാവശ്യം ചെലവിനൊന്നും ഇല്ലാതെ അച്ഛൻ മരിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലേക്ക് 100 200 ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പാടാന്ന് പറഞ്ഞാൽ വരും. ഒരു ഇന്റർവ്യൂവിനൊക്കെ മിനിമം പോയാൽ 25,000 30,000 രൂപ കിട്ടും. അതിൽ നിന്നൊരു 200 രൂപ ചെറുക്കന് കൊടുക്കുന്നുണ്ട് വലിയ നഷ്ടമൊന്നുള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവത്തില്ല. അവനാണ് അവൻ്റെ ക്വാളിറ്റിയെ മനസ്സിലാകാതെ പോയത്. അവനാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മാറ്റർ എന്ന് മനസ്സിലാകാതെ ഈ കുഞ്ഞ് അവിടെ പോയി ഇരുന്ന് കൊടുത്തു എന്നുള്ളതാണ്. പല ഇന്റർവ്യൂസിലും അവ ഇരിക്കുന്നത് അത് തന്നെ, നിഷ്ക്രിയനായി നിഷ്പക്ഷനായി ഒന്നും മിണ്ടാനില്ലാതെ. ഒരു കാരണമുണ്ട്, നമ്മൾ ഈ ഒരു പ്രായം കഴിഞ്ഞ് വരുന്നവർക്ക് മനസ്സിലാകും. മീൻസ് എല്ലാവർക്കും അത് ആ ഒരു സ്റ്റേജ് ഉണ്ടാകും. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പോൾ വീട്ടുകാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ചില കല്യാണത്തിനൊക്കെ പോയിട്ട് എന്തൊക്കെ അങ്ങ് തള്ളി മറിക്കും. നമ്മളിങ്ങനെ നോക്കും, റിയാലിറ്റി നമുക്കറിയാം, പക്ഷെ വീട്ടുകാർ തള്ളി മറിക്കണമെങ്കിൽ നമ്മൾ മിണ്ടാതെ നിൽക്കത്തില്ലേ? എന്തുകൊണ്ട് മിണ്ടാൻ പറ്റൂല? എന്തെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ ഇടി കിട്ടും, ഇല്ലേ? അതുപോലത്തെ ഒരു അവസ്ഥയാണ് കിച്ചു അനുഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയാണ് ഈ കുട്ടി കൂടുതൽ ഇൻട്രോവേർട്ട് ആയിപ്പോയെന്ന് തോന്നുന്നതാണേ. നമുക്ക് ശ്രദ്ധിക്കാതെ വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം അവന് നമ്മളോട് അങ്ങനെ ചെയ്യേണ്ട വൈരം അങ്ങനെ ഒരു കാര്യവും ഇല്ല. അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ 2-3 പേര് പറഞ്ഞ് അന്ന് ആ വീഡിയോ ഇട്ടതിന്റെ അന്ന് കിച്ചു 2-3 ബ്ലോഗർമാരോട് പറഞ്ഞ് ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ ഇങ്ങനെ ആയിരുന്നോ എന്ന് പോലും വിചാരിക്കുന്നത്. അല്ല, അവനതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, അവൻ അറിയാതെ വീഡിയോ എടുത്ത് അതിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ട്, അത്ര മാത്രമേ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. എന്തോ പറഞ്ഞോ ചക്കപ്പോത്ത് പറയുമ്പോഴത്തേക്ക് ചക്കപ്പോത്തിന്റെ ചക്കപ്പോത്ത് പറയുമ്പോൾ ചക്കപ്പോത്തിന്റെ പിന്നിൽ ചിത്രത്തിൽ ചിരിച്ചുകൊണ്ട് സുധി ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സുധി ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ആത്മാവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊന്നും ചെയ്യാൻ പറ്റും, ഇവളെ തലയിൽ വലിയൊരു ചക്ക തന്നെ വരച്ചിട്ട് കൊടുക്കണം, ചക്കപ്പോത്തിന്റെ തലയിൽ. ആ കുട്ടീനെ പറ്റി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. അമ്മയും അച്ഛനും മരണപ്പെട്ട് നിൽക്കുകയാണ്. അമ്മയും അച്ഛനും ഇല്ലാത്ത അനാഥനായി നിൽക്കുന്ന ഒരു കുട്ടീനെയാണ് ഇവറ്റകൾ ഇങ്ങനെ ഇട്ട് ആക്രമിക്കുന്നത്. ഇനി ഇവള് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇവരുടെ വീട്ടിലേക്ക് യാദർച്ഛ്യ വന്നതുകൊണ്ടാണ് ആ ഒരു വിസിബിലിറ്റി കിട്ടിയത്, അതായത് ആ ഒരു വീഡിയോ പബ്ലിഷ് ആക്കപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇവൻ അവിടെ വരാറുണ്ട്. ഇവൻ ആ ഇളയ വാവേനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ കുട്ടി അവിടെ ചെല്ലുന്നത്. അപ്പൊ അവന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് കറക്റ്റാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് അറിയാതെ യാദർച്ഛിക ഇവൻ വന്നു വീഡിയോ എടുത്തു എന്നല്ലേ അവൻ പറയുന്നത്. അങ്ങനെ അല്ലെന്ന് ഇവര് സമർത്ഥിക്കുമ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന പുള്ളിക്കാരന്റെ ട്രോഫികളെല്ലാം കട്ടിലിന്റെ അടിയിൽ നിന്ന് തന്നെയല്ലേ അവന് കിട്ടിയത്? ആ കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന സാധനം അന്ന് കാണിച്ചു കൊടുത്തത് ആരാണ്? ആ കൊച്ചു ചെറുക്കനല്ലേ? അതല്ലേ വിളിച്ചുകൊണ്ട് പോയി, ചേട്ടാ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന ആ കുട്ടിയല്ലേ? ആ വീട്ടിൽ ഒരു ദിവസം പോലും മര്യാദയ്ക്ക് നിൽക്കാത്ത രാഹുലിന് എങ്ങനെ അറിയാൻ പറ്റും കട്ടിലിന്റെ അടിയിലാണ് അച്ഛന്റെ ട്രോഫികൾ കിടക്കണേന്ന്? ശരി, അതും പോകട്ടെന്ന് വെക്കാം. ഈ പറയുന്ന നുണച്ചികൾ, ചക്കപ്പോത്തും നുണച്ചിയും കൂടെ ഇരുന്ന് പറയുന്ന നുണകൾ നമ്മൾ അംഗീകരിച്ചു. അവൻ വന്നു, അവൻ ഇതൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയാം. അപ്പോ ഇവളുടെ ട്രോഫികളൊക്കെ ഹാളില് ഒരു മേശപ്പുറത്ത് അടുക്കി വെക്കുകയും ഇവന്റെ ട്രോഫികളെല്ലാം കട്ടിലിന്റെ അടി കിടക്കുകയും ചെയ്തത് രാഹുലിന്റെ കളിയാണോ? നമ്മളെ കാണിക്കാനായിട്ടാണ് അയാളത് ചെയ്തതെങ്കിൽ, ഇനി അഥവാ ബാക്കിയുള്ള വ്ളോഗേഴ്സിന്റെ അടുത്ത് അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ചെയ്തത് വലിയൊരു കാര്യമല്ലേ? അവന്റെ അച്ഛന് ആ അച്ഛന്റെ പേരും പറഞ്ഞ് തെണ്ടിയ പൈസ കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ അച്ഛന്റെ പേരിൽ ആളുകൾ ഡൊണേറ്റ് ചെയ്ത കട്ടിലും മെത്തയിലും സോഫയിലും കയറി മലന്ന് കിടന്നിട്ട് അച്ഛന്റെ, അതായത് ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു അവാർഡ് എന്ന് പറയുന്നത്. ഒരു കലാകാരന് ഏറ്റവും പ്രിഷ്യസ് ആണ് അയാൾക്ക് കിട്ടുന്ന അവാർഡ്. ജനങ്ങളുടെ നെഞ്ചിലേക്ക് കയറുന്നതിനേക്കാൾ ഉപരി ഇത് കിട്ടുമ്പോൾ അത് പ്രത്യേക സന്തോഷം തോന്നും. അങ്ങനെ കിട്ടിയ അവാർഡുകളെല്ലാം കൂടെ കട്ടിലടി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിട്ടിരിക്കുന്ന ആ അവളുടെ യഥാർത്ഥ രൂപം പുറത്തേക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു മകനെന്ന നിലയിൽ അവന്റെ ഉത്തരവാദിത്വമല്ലേ?
ആ വീട്ടിൽ നടക്കുന്നത് അരാജകത്വമാണെന്ന് പുറത്തറിയിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമല്ലേ? അതിലിപ്പോൾ ആ കുട്ടീനെ നമുക്ക് എന്ത് കുറ്റം പറയാൻ പറ്റും? ഇവള് മനഃപൂർവ്വം ആ കുട്ടിയുടെ പുറകെ നടക്കുകയാണ്. ഇതില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കിച്ചുവിന്റെ കൂടെ നിൽക്കുന്നവർ ആരായിരുന്നാലും, കിച്ചുവിന്റെ അച്ഛന്റെ സഹോദരനായിരുന്നാലും, അമ്മമ്മ ആയിരുന്നാലും, അച്ഛമ്മയായിരുന്നാലും, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കുട്ടിയുടെ ഭാവിയാണ് അവർ തുലയ്ക്കാൻ നിൽക്കുന്നത്. ഈ ഗീബൽസി തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? പല പല പ്രാവശ്യം ഒരേ കള്ളം ആവർത്തിക്കും. ആ കള്ളത്തിൽ കൂടെ അത് സത്യമാക്കി എടുക്കും. ഇവരുടെ ഒരു കളി അതാണ്. ഇവള് ഇന്നലെ ഇരുന്നുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് പറയണേ. ഞാൻ ഇന്നലെ ആ വീഡിയോ പുറത്തു വിട്ടപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, കൂടുതൽ വിടൂ. നമ്മൾ കൂടുതൽ അങ്ങോട്ട് വിട്ട ചത്ത് കളയാനുള്ള സാധനം ഉണ്ട്, മനസ്സിലാക്കിക്കൊള്ളുക. ചത്ത് തൂങ്ങണം. മാർക്കറ്റിൽ വില പേശുന്ന കണക്ക് ശരീരത്തിന് വില പേശിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട് തെളിവുകള്, ഓർത്തോണം. അങ്ങനെയുള്ളവളാണ് പറയുന്നത് നിനക്കവിടെ എന്ത് പണിയെന്ന്. എടി നെറ്റിലടിച്ച് നോക്കണം. ഷെഫീന ബീബി എന്ന് പറഞ്ഞാൽ സൽവ അഡ്വർടൈസിങ് കമ്പനി എന്നാണ്. സൽവ അഡ്വർടൈസിങ് LLC ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയുടെ ഓണറായിരുന്ന എന്നെയാണ് അവള് പറയുന്നത്. ഞാനിവിടെ മസാജ് സെന്റർ അല്ല നടത്തിയത്, ഞാനിവിടെ ബ്യൂട്ടി പാർലർ അല്ല നടത്തിയത്. അങ്ങനെ നടത്തുന്നവരെല്ലാം അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ മെജോറിറ്റി അങ്ങനെയാണെന്നുള്ളതാണ് സത്യം. ഇനി നീയൊക്കെ എങ്ങനെ ജീവിക്കുക? ബാക്കിയുള്ളവരുടെ തലയിൽ കയറുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നത്. ഈ കുട്ടീനെ ഞാൻ കാണാൻ പോയ ഒരു അവസ്ഥ, ആ കാണാൻ പോയ ഒരു അവസ്ഥയുടെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുഞ്ഞ് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്ന പൈസ വാങ്ങി നക്കിയിട്ടിരിക്കുന്നോടാന്ന് ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മകനോട് ഇപ്പം അങ്ങനെ വല്ലവരും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസം എന്തെന്ന് എനിക്കറിയാം. ഈ രീതിയിൽ ഞാൻ ജീവിച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ അമ്മമാർ ഇതുപോലെ കൺട്രോൾഡ് ആയിട്ട് ജീവിക്കുന്നത്? ആ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അത് അപമാനമാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള എന്ത് വൾഗാരിറ്റി ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യരുത് എന്ന് വിചാരിക്കുന്നത്. മെയിനായിട്ട് ഈസി ഗോ എന്ന് പറഞ്ഞാൽ തുണി അഴിച്ചു കൊടുത്താൽ മതി, അതാണ് ഈസി മണി, അതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ദുബായിൽ ഈ റാക്കറ്റിൽപ്പെട്ട ഒരു പെൺകുട്ടി വന്നിട്ട് 23 പേരോളം എന്നെ ദിവസം ഉപയോഗിച്ചിരുന്നു എന്ന് വളരെ ഓപ്പൺ ആയിട്ട് വന്ന് പറഞ്ഞു. അത് അവൾക്ക് എന്ത് ലാഭം? അവൾക്കുള്ള ലാഭം എന്താണ്? അവൾക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു, ഒരുപക്ഷെ കൂടുതൽ ഡാമേജ് ആയി. എന്താണ് നമ്മൾ ആ സമൂഹത്തിൽ അവർക്ക് ചെയ്തത്? അന്ന് ആ കുട്ടീനെ പോയി കാണണമായിരുന്നു, അവളെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ധൈര്യസമേതം അത്തരം വൃത്തികേടിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് എവിടെയോ കൊണ്ട് എത്തിക്കേണ്ടതിന് പകരം നമ്മളത് ഇഗ്നോർ ചെയ്തു. അതേസമയം 40 പേർക്കൊപ്പം പോയി കിടന്നുറങ്ങി കുണുവാവ കളിച്ച കുണുക്കിയെ ഇപ്പോഴും പണം കൊടുത്ത് സഹായിക്കുന്നു. മുഖപടം എന്താണ്? കാൻസർ. ആർക്കും വരാതിരിക്കട്ടെ, നാക്കിൽ വരാതിരിക്കട്ടെ, കഴുത്തിൽ വരാതിരിക്കട്ടെ എന്ന് ആർക്കും വരാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിനുണ്ട്, മാറലാണ്, ഭയങ്കര വിഷമമാണ്. 27-ാം തീയതി എങ്ങാണ്ട് ഓപ്പറേഷനുമാണ്. അതിന് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഇന്നലെയും പോയി പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്, ഒന്നും ആകാതെ അത് സമാധാനപരമായിട്ട് പുറത്തേക്ക് വരട്ടെ എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിയിരിക്കാൻ പറയുന്നുണ്ട്. ചിലതൊക്കെ എന്നെ പറ്റി പറയുന്നത് കേട്ടിട്ട് വളരെ വിഷമത്തോടു കൂടി ഒന്ന് പറയുമ്പോൾ പാവം തോന്നും. ഞാൻ പറയും, നീ ഒന്നും കാണാൻ പോകാതിരിക്കൂ, സമാധാനപരമായിട്ടിരിക്കൂ. ആ കുട്ടിയുടെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു പുണ്യമാണ്. ഇത് ഇരുന്നു കൊണ്ട് ആ ചെറുക്കൻ്റെ അച്ഛൻ്റെ ഒപ്പം ജീവിച്ച് ആ കുടുംബം ഒന്നടങ്കം അയാൾ നോക്കി എന്ന് ആ ചെറുക്കൻ പറഞ്ഞ പ്രസ്താവന, അതായത് കിച്ചു ആണത് പറഞ്ഞത്. ഇവള് ഓരോ തവണയും കിച്ചുവിനെ ടാർഗറ്റ് ചെയ്യും, കിച്ചുവിനെ പറ്റി മോശം പറയും, കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അവ ഒരൊറ്റ വാക്കുകൊണ്ട് അത് തിരുത്തും. പലർക്കും കൊട്ടേഷൻ കൊടുക്കും, അവരെ കൊണ്ടൊക്കെ വീഡിയോ ചെയ്യിപ്പിക്കും കിച്ചുവിന് അഗൻസ്റ്റ് ആയിട്ട്. അവ ഒരൊറ്റ വാക്കിൽ അത് തീർക്കും. ഒരു ഉദാഹരണമാണ്, ഇവള് ഭയങ്കര സ്നേഹമാണ്, ഞാൻ അങ്ങനെ നോക്കും ഇങ്ങനെ. എയർപോർട്ടിൽ വെച്ചൊക്കെ വിളിച്ചിട്ട്, കിച്ചു ഞാൻ പോയിട്ട് വന്നിട്ട് നിനക്ക് ടാറ്റു അടിക്കാൻ പൈസ തരാവേ. അപ്പൊ എന്താണ്? ഇവന് ടാറ്റു അടിക്കണം, ഇവന് ചുറ്റാൻ പോകണം, ഇവന് തെണ്ടി നടക്കണം, തിന്നണം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുന്നത് ഇവള്. എൻ്റെ 2 മക്കൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. അത് തെറ്റാണോ? പലരുടെ അന്നത്തെ ചോദ്യം അതായിരുന്നു. 2 കുഞ്ഞുങ്ങളുടെ ആഹാരത്തിന് വേണ്ടി ഒരു അമ്മ കഷ്ടപ്പെടുന്നതിനാണോ ഇങ്ങനെ പറയുന്നത്? ഒരു വിധവ കഷ്ടപ്പെടുന്നതിനാണോ ഇങ്ങനെ പറയണേന്നായിരുന്നു. അവൻ വന്ന് പറഞ്ഞ് എനിക്ക് ആഹാരം വേണ്ട. അവൻ്റെ അച്ഛമ്മയും അച്ഛൻ്റെ ചേട്ടനും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അതിനും കൊടുക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. ആ കുഞ്ഞിനെ നിലത്ത് വയ്ക്കാതെയാണ് അവർ നോക്കുന്നത്. അവൻ അച്ഛമ്മയോട് സംസാരിക്കുന്ന രീതി നോക്കുക, ഇവളെ കൂടെ അവൻ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഉള്ള രീതി നോക്കുക. ആ ഒരൊറ്റ ഫേസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് കിച്ചു അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത്. ഈ സ്ത്രീക്ക് നട്ടപ്രാന്താണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബീന ആന്റണിയുടെ ഹസ്ബൻഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കേൾക്കാം. ഇത് സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ.
അമ്മയെ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ അവനെ വിട്ടുപോയി. സുധി അച്ഛനാണ് വളർത്തിയത്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ രണ്ടമ്മമാർ വന്നെങ്കിലും ഈ 10 അമ്മ ജമിഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറയുന്ന പോലെ അതൊക്കെ അവൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ജേണി അങ്ങനെയായിരുന്നു. അച്ഛനും കൂടെ പോയതോടെ അവൻ പരിപൂർണ്ണമായി അനാഥനായി. അവനെ അച്ഛൻ്റെ രക്തത്തിൽ പറഞ്ഞ ഒരർത്ഥ സഹോദരൻ അവനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേദം കൊണ്ടല്ല, സുധി എനിക്ക് തോന്നുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടത് മരിച്ചതിന് ശേഷം. അത് പല രീതിയിൽ നല്ല രീതിയിലും എല്ലാം ആളുകൾക്ക് സുധിയുടെ മരണത്തെ സുധി കണ്ടത് അല്ലെങ്കിൽ സുധിക്ക് ആ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണം, സുധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകൾ അതൊക്കെ നമ്മളറിയാം, നമുക്കറിയാം. പിന്നെ അതോടൊപ്പം തന്നെ വിവാദങ്ങളും വന്നിട്ടുണ്ട് സുധിയുടെ പല കാര്യങ്ങളും ചൊല്ലി. പക്ഷേ ഇവിടെ ഒന്ന് ഈ മകൻ അച്ഛൻ്റെ മരണത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. കാരുണ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അതിനെ വെച്ച് എന്താ പറയുക, അതിനെ വെച്ചിട്ട് അവനൊന്നും ചെയ്തിട്ട് അവൻ ഒതുങ്ങി, അവൻ വളരെ എന്താ പറയുക, അവൻ ഒതുങ്ങി അവനിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന അതായത്. അല്ലാണ്ട് സുധിയുടെ മരണത്തെ അവനൊരിക്കലും എടുത്തിട്ട് അവന് ജീവിക്കാനുള്ള ഒരു വരുമാനമാക്കിയൊന്നും അവൻ മാറ്റിയില്ല. അപ്പോൾ അതൊക്കെ അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ ആ പയ്യനെക്കുറിച്ച് ഒരുപാട് കണ്ടിട്ടുണ്ട് ആരോപണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അവനതിനൊക്കെ വളരെ പക്വതയുടെയും പാകതയുടെയും തന്നെ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നത് ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടൊരു മക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സായിരിക്കും അവർക്ക്. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അവന് പരിപൂർണ്ണ സ്നേഹവും സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛനമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയും. ഇവിടെയാണ് ഞാൻ ഈ കിച്ചു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ സത്യം പറഞ്ഞാൽ അവന് വഴിതെറ്റി പോകാനുള്ള എല്ലാ ചാൻസ് ഉണ്ടായിട്ടും അവൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഞാൻ അവനെ കണ്ടിട്ടുമില്ല. പക്ഷേ അവൻ ഇന്ന് അവനെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും കാണുമ്പോൾ അറിയാം വളരെ പാകതയും പക്വതയുള്ള ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വീക്ഷണമുള്ള, സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം, പഠനം പൂർത്തിയാക്കണം, സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് സ്വപ്നങ്ങളുണ്ട് അവന്, അതൊക്കെ അവന് ചെയ്യണം എന്നുള്ള അതിന് വേണ്ടിയിട്ട് അവനിൽ എന്താണ് കഴിവുള്ളത് അത് വെച്ച് അവൻ ചെയ്യുന്നു. അല്ലാണ്ട് ആരും അച്ഛൻ്റെ മരണത്തെ ചൂഷണം ചെയ്ത് അച്ഛൻ്റെ മരണത്തിൻ്റെ പേര് പറഞ്ഞ് കാരുണ്യം കൈപ്പറ്റാനോ ക്യാമറകളൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ഒന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടൂ, എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി അങ്ങനെ പോകുന്ന ഒരാളൊന്നും അല്ല അവൻ. അതൊക്കെ ഇങ്ങനെ നമുക്കറിയില്ല, സമൂഹത്തിൽ അങ്ങനെ കുറേ ആളുകളുണ്ട്. അതിനെ ചൂഷണം ചെയ്യുക, എന്നിട്ട് സഹതാപം ഉണ്ടാക്കുക, സിമ്പതിയുടെ പുറത്ത് കുറച്ച് ഡോളേഴ്സ് എന്ന് പറയുന്ന പോലെ സിമ്പതിയുടെ പുറത്ത് ഇങ്ങനെ ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ. അവർക്ക് ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. കുറച്ച് നാൾ ക്യാമറകൾ കണ്ടില്ലെങ്കിലോ ക്യാമറകളില്ലെങ്കിലോ അവർക്ക് അസ്വസ്ഥയും അപ്പോൾ തന്നെ ആരെങ്കിലും വിളിക്കും, ഒരു ഇൻ്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ ഒരു ഉഗ്രൻ കോൺട്രവേഴ്സി, ഒരു വിവാദം ഉണ്ടാക്കുക, എന്നിട്ട് അതൊന്ന് ചർച്ച ചെയ്യുക എല്ലാവരും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ സമൂഹത്തിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ആളുകളുടെ സിമ്പതി വാങ്ങിച്ച് പറ്റിയിട്ട് വേണം ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് ഈ കള്ളത്തരങ്ങളും കള്ളനാണയങ്ങളൊക്കെ കാലം തിരിച്ചറിയും. അത് ഈ സപ്പോർട്ട് ചെയ്തവർ തന്നെ മനസ്സിലാക്കുന്നത്. എന്തിനേയും വെച്ച് സഹതാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. പക്ഷേ ഇവൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവനതൊന്നും ചെയ്യുന്നില്ല. അതാണ് ഇവൻ്റെ ക്വാളിറ്റി. ഇന്നത്തെ ചെറുപ്പക്കാരൻ അവൻ അവൻ്റെ ഈ ഒരു ആർജവൻ, ഒരു വീട് പണിയണം, ഒരു സ്ഥലം വാങ്ങിക്കണം, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കണം, അവൻ്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിലേക്ക് അവൻ വെറുതെ ഇരിക്കുകയല്ല. അവൻ അതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എനിക്ക് താന്ന് പറഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ ഓരോന്ന് സംരംഭങ്ങൾ തുടങ്ങുന്നു, അവൻ്റേതായ രീതിയിൽ അവൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അവനത് ചെയ്താണ് അവൻ പോകുന്നത്. അത് അവൻ്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണ്. അവനൊരു 10 കാശ് അവൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ആരെയും വിറ്റിട്ടോ ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പൊന്നു മോനെ കിച്ചു, നിനക്കുണ്ടടാ ഒരു നിൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞാൻ അതൊന്നുമല്ല. കേരളത്തിൽ ഒരുപാട് പേര് നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, സുധിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിനക്ക് തീർച്ചയായിട്ടും നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നെ സ്നേഹിക്കുന്നവർ, നിനക്ക് അനുഗ്രഹം തരുന്നവർ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഒരു പിതാവിനെ പോലെ അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് അതുപോലെ കണ്ട് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അത് തീർച്ചയായിട്ടും നിനക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിനക്ക് പൂവണിയട്ടെ മോനെ. നല്ല രീതിയിലുള്ളൊരു അഭിപ്രായമാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് ഒരുപാട് സിമിലാരിറ്റി തോന്നിയ ഒരു കാര്യമാണ്. എനിക്ക് സിമിലർ ഒപ്പീനിയൻ തോന്നിയതാണ്. വളരെ നന്നായി പറഞ്ഞു എന്നുള്ളത്. കൂടുതൽ പേര് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുണ്ടെങ്കിൽ കൂടുതൽ പേര് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം. കാരണം അവൻ ഇതിൻ്റെ ഒരു ബെനിഫിറ്റും എടുത്തിട്ടില്ല. അപ്പൻ മരിച്ചിട്ട് കിട്ടിയിട്ടുള്ളതിൻ്റെ ഒരു ബെനിഫിറ്റും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അതിന് നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കപ്പെട്ടു. ആരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ ചതിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പണം മുഴുക്കം അടിച്ചു മാറ്റി ഒരു ചക്കപ്പോത്തും ഫാമിലിയാണ് ജീവിക്കുന്നത്. അത് മനസ്സിലാക്കുക. അട്ടിപ്പേറ് കിടക്കുകയാണ്. വല്ലവൻ്റെയും പറമ്പിൽ കയറി അട്ടിപ്പേറ് കിടക്കുന്ന വൃത്തികെട്ട കുറേ എണ്ണം. ഇത്തിരി ചായ ഇട്ടിട്ട് ബിസ്ക്കറ്റും കൊടുത്ത് ഇത്തിരി മറ്റേ വർത്താനവും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കമന്ന് വീഴുന്ന നൈറ്റിക്കാരൻ അങ്ങനെയാണ്. അവൻ ഇത്തിരി പോലും ചായ വല്ലതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമന്ന് അങ്ങോട്ട് വീണുകൊള്ളും. അതാണ് അവിടെ നടക്കുന്നത്. മനസ്സിലാക്കിക്കൊള്ളുക. അവരവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടീനെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ കുട്ടി ഇപ്പം ആകെ എങ്ങനെയൊക്കെ ഇതിൽ നിന്നൊക്കെ ഒന്ന് മുക്തി നേടി പുറത്തേക്ക് വന്ന് സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ കുട്ടിയെ വീണ്ടും ചവിട്ടി തേക്കാനായിട്ട് അവൾ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു ചക്കപ്പോത്തിനെ കൊണ്ട്. എടി ചക്കപ്പോത്തെ, പോയി വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്. സാക്രിഫൈസാണ്. എൻ്റെ നീറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ജോലി വരെ ഉപേക്ഷിച്ചു. അതിന് നീ എവിടെ ജോലി ചെയ്ത് ഇത്ര നാള്? ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് പെങ്ങൾ ഇതുപോലുള്ള തുണി പൊക്കിക്ക് പോയി കഴിഞ്ഞാൽ വിലക്കാത്തത്. പോകരുത്, അങ്ങനെ ചെയ്യരുത്, നമുക്ക് അഭിമാനമുണ്ട്, അത് ചെയ്യരുത് എന്ന് പറയും. വേടാ നൈറ്റി ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോവും. അപ്പോൾ അത് നല്ലതാണ്. ആ ഡ്യൂട്ടി നല്ലതാണ്, സൂപ്പർ ഡ്യൂട്ടിയാണ്, കിട്ടിയില്ല ഡ്യൂട്ടിയാണ്. അത് കണ്ടിന്യൂ ചെയ്യുക. ആ കുട്ടിയുടെ തലയിൽ കയറുന്നത് അങ്ങ് നിർത്തി വയ്ക്കുക. അവനെ കഞ്ചാവ് കഴിക്കുന്നവനായി പലതും കൊണ്ട് എൻ്റെ കഴിഞ്ഞ് പുറത്ത് വിടും. എന്നിട്ട്
ആ ചെറുക്കൻ കൊണ്ട് ഒരു പെറ്റീഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കഴപ്പത്രയും കാണിക്കുന്നത്. അവനൊരു പെറ്റീഷൻ കൊടുത്താൽ അന്ന് തീർന്നതിൻ്റെയൊക്കെ പീസൂരി കെട്ടാനുള്ള സാധനം ആ കുട്ടിയുടെ കയ്യിലുണ്ട്. ഈ രണ്ട് എന്തൊക്കെ വിരട്ടലുകളായിരുന്നു. കള്ളു കുടിച്ചു വണ്ടി ഓടിച്ചു, അച്ഛനെ തല്ലി, കഞ്ചാവുണ്ട്, ഇങ്ങനെ എന്തൊക്കെ. ഇതിനൊക്കെ മാറി സമാധാനപരമായിട്ട് പോകുന്ന ആ കുഞ്ഞിനെ നോക്കിയിട്ട് വീണ്ടും ഇരുന്ന് കോക്കറിയാണ്. നീ കള്ളുകുടിയനായിട്ടുണ്ടെങ്കിൽ നീ വളർത്തിയിട്ടല്ലേ? അപ്പഴ് ഞാനല്ല വളർത്തിയത്. അപ്പം പിന്നെ ആര് വളർത്തി? അത് അച്ചമ്മ വളർത്തി. പിന്നെ വേറെന്താ ഇപ്പം നല്ലത് ചെയ്താൽ അത് ഞാൻ വളർത്തിയത്. എൻ്റെ ചോരയെ നീര് ഊറ്റി കൊടുത്ത് ഞാൻ വളർത്തി. നീ ചോര നീര് ഊറ്റി കൊടുത്ത് വളർത്തിയെങ്കിൽ ആ കൊച്ചങ്ങനെ കഞ്ചാവിന് അഡിക്റ്റായി. അത് ഞാനല്ല, അത് അച്ചമ്മയാ. കാണുന്നവർക്ക് മനസ്സിലാവും, ചിന്തിക്കുന്നവനിക്ക് ദൃഷ്ടാന്തമുണ്ട്. എനിക്കതേ പറയാനുള്ളൂ. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഒന്ന് പറയണമെന്ന് തോന്നി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ അതർ പേഴ്സൺ. ഈ പുള്ളിയുടെ പേരറിയത്തില്ല, ബീന ആൻ്റണിയുടെ ഹസ്ബൻഡ് എന്ന് മാത്രമേ അറിയാളൂ. നല്ല കാര്യം കേട്ടോ, സഹോദരൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു. പാവം ഈ സമയത്ത് നിങ്ങളുടെ ഫീൽഡിൽ നിന്ന് ഒരാൾക്കെങ്കിലും തോന്നിയല്ലോ ആ കുട്ടീനെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന്. എപ്പോഴും സിമ്പതി കിട്ടുക പെണ്ണുങ്ങൾക്കാണ്, ആണുങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇത്. സിമ്പതിയൊന്നും വേണ്ട, അവൻ്റെ കഴിവിനെ ഒന്ന് അംഗീകരിച്ചൂടെ? അവന് അത്യാവശ്യം അവസരങ്ങൾ കൊടുക്കുന്നതിൽ എന്ത് നഷ്ടമാണോ വരാനിരിക്കുന്നത്? ആ കുട്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സഹപ്രവർത്തകർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ആ കുട്ടിക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ശരി, കാണാം, കാത്തിരുന്ന് കാണാം.